ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നമുക്ക് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ആനന്ദമയ കോശം ആത്മാവല്ല എന്നുള്ള ഭാഗത്തിന്റെ ഒന്ന് സ്ഥിരീകരിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആനന്ദമയ കോശം വികാരക്കൂട്ടങ്ങളാണ്, മാറ്റം സംഭവിക്കുന്നവയുടെ ഒരു കൂട്ടം. അതാണ് വികാരം എന്നിവിടെ മാറ്റം സംഭവിക്കുന്ന ഒരു വാക്കാണ് വികാരം എന്ന്. എന്താണ് ഇവിടുത്തെ മാറ്റം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആനന്ദം 3 തരത്തിൽ അനുഭവപ്പെടുന്നു, മാറി മാറി. പ്രിയം, മോദം, പ്രമോദം. അപ്പൊ പ്രിയമോദ പ്രമോദങ്ങളായി ആനന്ദം അറിയപ്പെടുന്നു. പല ചിന്തകളിൽ കൂടി, പല വൃത്തികളിൽ കൂടി അങ്ങനെ ഉണ്ടാകുന്നു. ഒരു സംഘാതമാണ്, അതിവിടെ ചേർന്നിരിക്കലാണ്. ആനന്ദമയ കോശം പ്രിയ, മോദ, പ്രമോദ എന്ന ആ ആനന്ദങ്ങളുടെ ഒരു കൂട്ടം. അതുകൊണ്ട് തന്നെ ആനന്ദമയ കോശം ആത്മാവല്ല. മാറ്റങ്ങൾ ഉണ്ടാകുന്നതൊന്നും ആത്മാവല്ല. ആത്മാ മാറ്റമില്ലാത്തതാണ്. അതാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇനി അടുത്ത ശ്ലോകം, 60-ാമത്തെ ശ്ലോകം. പഞ്ചാനാമപി കോശാനാം നിഷേധേ യുക്തിദകൃതേ തന്നിഷേധാവധി സാക്ഷി ബോധരൂപോവശിഷ്യത്തെ. പഞ്ചാനാമപി കോശാനാം നിഷേധേ യുക്തിദകൃതേ തന്നിഷേധാവധി സാക്ഷി ബോധരൂപോവശിഷ്യത്തെ. എന്താണ് ആ ശ്ലോകം പറയുന്നത് നമുക്ക് നോക്കാം. പഞ്ചകോശ വിവേകത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗമാണ് ഈ ശ്ലോകം. പഞ്ചകോശ വിവേകത്തിന്റെ അവിടെ ഇപ്പൊ നമ്മൾ ഓരോ കോശങ്ങളെ നോക്കി നോക്കി വന്നു. അതൊന്നും ആത്മാവല്ല ആത്മാവല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇനി അതിന്റെ ഒരു അവസാന ഭാഗമാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നാം ഓരോ കോശത്തെയും ലക്ഷണസഹിതം നോക്കി ഓരോരോ കാരണങ്ങളാൽ അവ അല്ല ആത്മാവല്ല എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും പഠിച്ചതുകൊണ്ട് നമ്മൾ ഈ കോശങ്ങളെ കടന്നുപോകും. നമ്മളാണ് പഠിച്ചത്. ആചാര്യസ്വാമികളുടെ വിശദീകരണത്തിൽ കൂടി നമ്മൾ ഇത് പഠിച്ച് ഇപ്പൊ നമ്മൾ നമ്മൾ ശരിക്കും ഇതൊക്കെ പഠിച്ചു അല്ലേ, കേട്ടു, പഠിച്ചു. നമ്മൾ ഈ കോശങ്ങളെ കടന്നുപോകും. വലിയൊരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചു എന്ന് പറയും. പഠിച്ചോ? 5 കോശങ്ങളെ കുറിച്ചും പഠിച്ചോ? ആ, പഠിച്ചു. വിവേക ചൂടാമണി പഠിച്ചോ? പഠിച്ചു. എന്താ പഠിച്ചേ? 5 കോശങ്ങളെ കടക്കുന്ന കാര്യമാണ് പഠിച്ചത്. എന്നിട്ട് കടന്നുപോ? ഇല്ലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ പഠിച്ചിട്ട് എന്തേ കടക്കാഞ്ഞേ? അതിനുള്ള മറുപടിയാണ് ഇനി വരുന്നത്. നമ്മൾ ക്ലാസ് കടന്നുപോയി, ഞാൻ സ്വയം കടന്നുപോ. ക്ലാസ് 5 കോശങ്ങളും കടന്നു, അവസാനമായി. 5 കോശത്തിന്റെ അവസാനത്തിലേക്ക് എത്തി. നമ്മൾ കടന്നുപോ. ഓരോ കോശത്തെയും കടന്ന് വന്ന് നിൽക്കുകയാണോ ഇപ്പോ? അല്ല. ആചാര്യന്മാര് ഒരു കോശം കൂടെ പറയും. 6ാമതൊരു കോശം കൂടെ ഉണ്ട്, അതിനകത്ത് മനുഷ്യൻ കുടുങ്ങി കിടക്കുക എന്നാ പറയുന്നത്. അത് പുത്രൻ വിത്തം കളത്രം എന്ന് പറയും. പുത്രൻ വിത്തം കളത്രം, ഈ കോശവും കൂടെ ഉണ്ടെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അതൊരു തമാശയായിട്ട് പറയുന്നതാണ്, പക്ഷെ കാര്യമുണ്ട് ഇതിനകത്ത്. പുത്രൻ വിത്തം കളത്രം, ഈ 3 കൂടെ ഉണ്ട്. അടുത്തൊരു കോശവും കൂടെ ഉണ്ട്. മനുഷ്യൻ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് നമ്മുടെ അഭിമാനം പുത്രനിലും ധനത്തിലും ഭാര്യയിലും കൂടി ഞാൻ എന്നതിനെ ചേർക്കുന്നു. ഇത്ര 5 കോശങ്ങൾ നമ്മൾ പഠിച്ചത് ആരെ കുറിച്ചാണ്? നമ്മളിലുള്ള അനാത്മാക്കളെ കുറിച്ച്. നമ്മളിലുള്ള അനാത്മാക്കളായ 5 കോശങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇതോ ഇപ്പൊ പറയുന്ന 6ാമത്തെ, അതൊരു ആചാര്യന്മാരൊക്കെ പറയുന്നത്
പുത്രൻ, ധനം, ഭാര്യ. ശരിയല്ലേ? എങ്ങനെയാണത് വരുന്നേ? എന്റെ പുത്രൻ അവിടെ ചേർത്തില്ലേ? എന്റെ ധനം, എന്റെ ഭാര്യ. എല്ലാത്തിലും എന്റെ എന്ന് ചേർത്ത് ഒരു കോശവും കൂടെ അവിടെ ഉണ്ടാക്കി. പോട്ടെ. ഇനി ഒരു പുതിയ കാറ് മേടിച്ചു. അതിലൊരു പോറൽ വന്നാൽ, ഒരു പോറൽ അതിനകത്ത് വന്നാൽ നമ്മുടെ സ്വന്തം ദേഹത്ത് വന്ന പോലെ വിഷമിക്കാറുണ്ട് ആൾക്കാർ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വസ്തുവിന് എന്തെങ്കിലും ഒരു സംഭവം പറ്റിയാൽ അവനവന് പറ്റിയ പോലെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാറുണ്ട്. അവനവന് സംഭവിക്കുന്ന പോലെ, എൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന പോലെ, എൻ്റെ മനസ്സിന് സംഭവിക്കുന്ന പോലെ. അങ്ങനെ അവനവനിൽ മാത്രമല്ല, പുറത്തുള്ള വസ്തുക്കളിൽ പോലും, അതാണ് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്. നേരത്തെ 5 കോശങ്ങളെ പറയുമ്പോൾ അവനവന്റെ ശരീരത്തിലെ കോശങ്ങളെയാണ് പറയുന്നത്. അവനവന്റെ ശരീരം സഹിതമുള്ള കോശങ്ങൾ. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവുമായ അവനവന്റെ കോശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പുറത്തുള്ള വസ്തുക്കളിലും എന്റേത് എന്ന അഭിമാനത്തെ നാം വയ്ക്കുന്നു. എത്ര അപകടമാണ്! കാറ് എന്റെ കാറ്, പുറത്തുള്ള വസ്തുവാണ്. എന്റെ ഭാര്യ നമ്മളിൽ നിന്ന് പുറത്തുള്ള ആളാണ്. എന്റെ മകൻ, അതും പുറത്താണ്. എല്ലാം എന്റെ എന്ന് പറഞ്ഞ് ചേർക്കുന്ന എന്റെ കയ്യ്, എന്റെ കാല് എന്നൊഴികെ സ്വന്തം ശരീരമോ എന്റെ മനസ്സ് അതൊന്നുമല്ലാതെ, എന്റെ ഇഷ്ടം അതുമല്ലാതെ പുറത്തുള്ള വസ്തുക്കളിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? എന്റെ എന്നുള്ളത് വെച്ചിരിക്കും. എന്റെ ഭൂമി ഇല്ലേ, എന്തുമാത്രം തർക്കങ്ങളും വഴക്കുകളും കൊലപാതകങ്ങളും നടക്കുന്നു. എന്റെ ഭൂമി, ഓരോ വസ്തുക്കള്, എന്റെ വസ്തുക്കള് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റെ വീട്, എന്റെ വീട്ടിൽ എന്റെ ഫ്രിഡ്ജ്, എന്റെ അലമാറ, എന്റെ സ്പേസ് പോലും, എന്റെ ഡ്രോയില് എന്റെ സ്പേസ്, എന്റെ മേശപ്പുറത്ത് എന്റെ സ്പേസ്, ഓഫീസിൽ എന്റെ സ്പേസ്, എന്തെല്ലാം നമ്മൾ പറയും. എല്ലാ സ്ഥലത്തും നമ്മൾ ഈ എന്റെ എന്നുള്ളത് കൊണ്ടുവയ്ക്കും. അപ്പൊ അവനവനിൽ മാത്രമല്ല പുറത്തും വെച്ച് നമ്മൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുവാണ്. ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടും? അപ്പൊ ഈ പുറത്തുള്ളതിൽ നിന്ന് പോലും നമുക്ക് മോചനം കിട്ടുന്നില്ല. എന്റെ എന്നുള്ള കാര്യത്തെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 5 കോശങ്ങളെ നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റും? അപ്പൊ ഇത് ആദ്യം കടക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പാണല്ലോ. ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേര് ഇത് കടന്ന് അവരുടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പൊ പറ്റും. അപ്പൊ ആദ്യം എങ്ങനെ കടക്കാൻ പറ്റും? ഇതൊരു യാത്രയാണ്, മുന്നോട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്ര മുന്നോട്ട് പോയാൽ ഇത് കടക്കാം. ആ യാത്ര അപ്പൊ അതിനൊരു റൂട്ട് അറിഞ്ഞിരിക്കണം. ചുമ്മാ ഒരു യാത്ര പോയാൽ പോരാ. ഏതാണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കുള്ള യഥാർത്ഥമായ റൂട്ട്, അതിന്റെ കറക്റ്റ് വഴി നമുക്കറിഞ്ഞാലല്ലേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഏതെങ്കിലും ഒരു വഴി കൂടെ പോയാൽ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഏത് ലക്ഷ്യമാണോ എത്തേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് ശരിക്കുള്ള വഴി നമ്മൾ കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അതിലേ വേണം യാത്ര ചെയ്യാൻ. അപ്പോ ആദ്യം യാത്രയുടെ വഴി, ആ റൂട്ട് അറിയണം. ഇവിടെ ഭഗവാൻ ഞാൻ എന്ന ബുദ്ധിയെ എവിടെ വയ്ക്കാം, എവിടെയാണ് ഞാൻ എന്ന ബുദ്ധിയെ വയ്ക്കേണ്ടത് എന്ന് ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ശരീരമൊഴികെ എവിടെ വേണമെങ്കിലും വെക്കാം. ഈ ശരീരത്തിൽ വെച്ചാൽ രക്ഷയില്ല. ശരീരമൊഴികെ എവിടെയെങ്കിലും വെക്കാം. അത് മുഴുവൻ ഈശ്വരനാണെന്ന് പറയാം. ഈ പ്രപഞ്ചത്തെ 2ആയി പിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തെ 2ആയി പിരിക്കുന്നു. എങ്ങനെയാണ് പിരിക്കുന്നത്? 1 മമകാര വിഷയം, 2 അഹങ്കാര വിഷയം. മമകാര വിഷയ, അഹങ്കാര വിഷയ എന്ന് 2ആയിട്ട് ഈ പ്രപഞ്ചത്തെ തിരിച്ചിട്ടാണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് കടക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് പറയാൻ പോകുന്നത്. ഏതിനെയെല്ലാം എന്റേത് എന്ന് പറയുന്നുവോ, ഏതിനെയെല്ലാം ഞാൻ എന്ന് പറയുന്നുവോ, അതല്ലേ നമ്മുടെ ലോകം. ചിന്തിച്ചു നോക്കുക, നമ്മുടെ ലോകം എന്താണ്? ഏതിനെയെല്ലാം എന്റേത് എന്ന് പറയുന്നുവോ, ഏതിനെയെല്ലാം ഞാൻ എന്ന് പറയുന്നുവോ, അതാണ് എൻ്റെ ലോകം. സംശയമൊന്നുമില്ല, ചിന്തിച്ചു നോക്കുക. ഏതിനെയെല്ലാം എന്റേത് എന്ന് പറയുന്നുവോ
അതും ഏതിനെയെല്ലാം ഞാൻ 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 എന്ന് പറയുന്നുവോ അതുമാണ് നമ്മുടെ ലോകം. അനാത്മാവാണ് ഈ പറയുന്നതൊക്കെ, അനാത്മാവാണ്. എന്റേത് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുന്നതൊക്കെ അനാത്മാവല്ലേ. ഈ ലോകത്തിൽ നിന്ന് വിടുതൽ അഥവാ മോചനം ലഭിക്കും എങ്ങനെ? ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ. ഇതൊന്നും എന്റേതല്ല, ഞാനല്ല എന്ന് രണ്ട് കാര്യം വരണം. എന്റേതല്ല, ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. പിന്നെയോ ഈ ശരീരത്തെ ഞാനല്ല, ഞാൻ ആത്മാ എന്നും തിരിച്ചറിഞ്ഞാലോ എന്തുണ്ടാവും? അതാണ് മോക്ഷം. കാണുന്നതൊന്നും എന്റേതല്ല, എല്ലാം ഈശ്വര. കഴിഞ്ഞ ദിവസം നമ്മൾ അത് പഠിച്ചു. എല്ലാം ഈശ്വരൻ്റെതാണ്, എന്റേതായിട്ട് ഇവിടെ ഒന്നുമില്ല, എല്ലാം ഈശ്വരൻ്റേത്. പിന്നെയോ ഈ ശരീരത്തെക്കുറിച്ച് നമ്മളിലേക്ക് വന്നാലോ, അവിടെയാണ് ഇവിടെ പറഞ്ഞു തന്നെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, പഞ്ചകോശങ്ങളും ഞാനല്ല, ഞാൻ ആത്മാവാണ്. ഈ രണ്ട് തിരിച്ചറിവ് ഉണ്ടാകണം. ഇപ്പൊ രണ്ടും ഉണ്ടാകണം. പുറത്തു നിന്നുള്ള എല്ലാം എന്റേത് 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 എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാം ഈശ്വരൻ്റേത് ഈശ്വരൻ്റേത് ഈശ്വരൻ്റേത്, എനിക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നു, എന്റെ കൈവശം വെക്കാൻ തന്നിരിക്കുന്നു, ഞാൻ ഓണറല്ല, എന്റേതല്ല, എനിക്ക് കിട്ടിയിരിക്കുന്നത് മാത്രം. എപ്പോ വേണമെങ്കിൽ ഇത് തിരിച്ചു പോകാം, നഷ്ടപ്പെടാം. അതേപോലെ ഈ ശരീരവും എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്, ഇത് നഷ്ടപ്പെടാം, ഏത് സമയവും നഷ്ടപ്പെടാം. അതുകൊണ്ട് ഞാൻ ഈ ശരീരമല്ല, ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന എനിക്ക്. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ആത്മായാണ്, ഞാൻ ഈ ശരീരം അല്ല. അപ്പോ അങ്ങനെ ചിന്തിച്ചാൽ എന്ത് കിട്ടും? ഈ ലോകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. അതേസമയം അങ്ങനെ എങ്ങനെയാ പറ്റുക? ജീവിക്കാൻ എടുത്തോളൂ, കുഴപ്പമില്ല. വ്യവഹാരത്തിനൊക്കെ പറയാം എന്റേത് എന്ന്, വ്യവഹാരത്തിന് പറയാം. ശരീരം എന്റേത്, അതും വ്യവഹാരത്തിന് പറയാം. വ്യവഹാരം മാത്രമായിരിക്കണം. ഉള്ളിന്റെ ഉള്ളില് യഥാർത്ഥ സത്യം അറിഞ്ഞുകൊണ്ട് വേണം ഇത് ഉപയോഗിക്കാൻ. യഥാർത്ഥ സത്യം അറിയണം. ഉള്ളിന്റെ ഉള്ളിൽ ആ ബോധം ഉണ്ടാകണം. എന്റെ കയ്യെ എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ ആത്മായാണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ശരീരം. ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, ഞാൻ എന്നാൽ ഇപ്പോ ഈ ശരീരമാണ് നടക്കുന്നത്, ഇത് ഞാൻ വ്യവഹാരത്തിന് വേണ്ടി ഞാൻ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ആത്മായാണ്, ഈ ശരീരമല്ല. പേര് പറയുമ്പോൾ ഓർക്കണം. അതുകൊണ്ടാണല്ലോ ഈ അഭിവാദയെ ഇങ്ങനെ പറയുമ്പോൾ, അഭിവാദനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ഇന്ന പേരുള്ള ഒരാളാണ് ഞാൻ എന്നാണ് പറയുക. ഇന്ന ഗോത്രത്തില് ഇന്ന സ്ഥലത്ത് ഉള്ള ഇന്ന ആള് എന്ന് പറയും, അഭിവാദനം പറയും. അതെന്തിനാണിത് ഓർമ്മിപ്പിക്കുകയാണ്? ഞാൻ ഈ ശരീരമൊന്നുമല്ല, ഇപ്പോഴത്തെ ടെമ്പററി ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം, എന്റെ ജനന സ്ഥലം, എന്റെ മാതാപിതാക്കൾ, ഇതെല്ലാം ടെമ്പററി ആണ്. ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ആത്മചൈതന്യമാണ്, സ്വയം ജ്യോതിയാണ്. അപ്പോ സത്യത്തില് അത് മാറണം. എന്റേതെന്നുള്ളത് വ്യവഹാരത്തിൽ മാത്രമേ വെക്കാവൂ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം. അപ്പോ എല്ലാത്തിനെയും കാണേണ്ടത് എങ്ങനെയാണ്? ഇതെല്ലാം ഈശ്വരൻ. ആദ്യം പുറത്തുള്ളതിൽ നിന്ന് രക്ഷപ്പെടണം. എന്റേത് എന്ന് പറഞ്ഞു. എന്റെ വീട് എന്താ? എങ്ങനെ ചിന്തിക്കേണ്ടത്? എങ്ങനെ രക്ഷപ്പെടുക? എനിക്ക് താമസിക്കാൻ ഈശ്വരൻ തന്നത്. അപ്പൊ ഞാനല്ലേ പണിതത്? അതെ, ഞാനിത് പണിയാനായിട്ടുള്ള സമ്പത്തെല്ലാം ആര് തന്നു? ഈശ്വരൻ തന്നതാണ്. ഇതിപ്പോ നിലനിൽക്കുന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? ഈശ്വരന്റെ ശക്തി കൊണ്ടാണ്, അല്ലെ? ഒരു കാറ്റോ വലിയൊരു ഭൂമികളോ നിലം പതിക്കുമല്ലോ. അത് സംഭവിക്കാതിരിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്. എനിക്ക് തൽക്കാലം ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതാണ്. ഞാൻ ഈ ശരീരം വിട്ടുപോകും, പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അതേമാതിരി ഒരു ഓൾറെഡി കൺസ്ട്രക്ടഡ് ആയിട്ട് വീട് മേടിക്കുമ്പോഴോ, ഇത് ഓൾറെഡി വേറെ ആരോ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നു, ഭഗവാൻ എനിക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നു. ഭൂമി അങ്ങനെ തന്നെയല്ലേ? എത്ര തലമുറകൾ മാറി 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 വന്നു കഴിഞ്ഞു, എത്ര ജനന മരണങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ വലിയ വീമ്പടിക്കുന്നു, നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തൊക്കെ മേടിച്ചിട്ട് എന്റെ 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 വല്ല കഥയുണ്ടോ ഇതിനകത്ത്? എത്രയോ കാലങ്ങളായിട്ട്, നമുക്കറിയാൻ പറ്റാത്ത അത്രയും കാലങ്ങളായിട്ട് ഈ ഭൂമി എന്ന ഈ ഗോളം ഇവിടെ നിലനിൽക്കുന്നു. ഇതിനകത്തൊരു പീസിനകത്തൊരു കൊച്ചു കുത്തിട്ടിട്ട് നമ്മൾ പറയുന്നത് എന്റെ. എന്ത് വിഡ്ഢിത്തരമാണ്! ശരിക്കും ആലോചിച്ച മഹാപമ്പര വിഡ്ഢിത്തമല്ലേ പറയുന്നത്?
എന്റെ ഭൂമി, ഈ വേര് കെട്ടിത്തിരിച്ചിരിക്കുന്ന അത്ര എന്റെ, ആരുടെയുമല്ല, ഇവിടെ ആരുടെ ഒന്നുമില്ല. നമ്മളിങ്ങനെ വിചാരിച്ച് ഇതാണ് മമകാര വിഷയം. മമകാരം, എന്റേത് എന്റേത് എന്റേത്, ഈ വിചാരം ഉള്ളിടത്തോളം കാലം മോക്ഷം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. എന്റേത് എന്നുള്ള ഒരു സങ്കല്പം ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം മോക്ഷം വരില്ല. അപ്പൊ ഇതെല്ലാം ഈശ്വരൻ എനിക്ക് ഉപയോഗിക്കാൻ തന്നത് എന്ന വിചാരത്തോടെ സമീപിച്ചാലോ ഒരു ബുദ്ധിമുട്ടുമില്ല. എപ്പോ വേണമെങ്കിൽ പൊക്കോട്ടെ, ഈശ്വരൻ തന്നു, ഈശ്വരൻ എടുത്തു, ഓക്കെ, ഒരു പ്രശ്നമില്ല. അതേപോലെ ഈ ശരീരം ഈശ്വരൻ എനിക്ക് തന്നു, ഇത് വളർന്നു തനിയെ, ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഇത് വളർന്നു. ഞാൻ ചെറുതായിരുന്നു, ഇപ്പതാ വളർന്നു, ഇനി ഇതാ വീണ്ടും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഇത് പൂർണ്ണമായിട്ടും നശിക്കും, ഞാൻ ഈ കൂട് വിട്ടു പോകും, ഞാൻ ഈ വസ്ത്രം ഞാൻ ഉപേക്ഷിക്കും, ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കും, ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടി വരും. ഇത് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അറിയുന്നുണ്ട്. പലതരത്തിലും രോഗങ്ങളായിട്ട് നശിക്കുന്നു, അകത്തെ പല പോർഷൻസ്, പുറത്തേക്ക് കാണുന്ന കണ്ണ്, ചെവി മുതലായവ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു, പല്ല് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ശരീരം ചുക്കിച്ചൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, തൊലി ചൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഞാൻ എൻ്റെ ഈ ശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് തന്നത് ഈശ്വരനാണ്. ഈശ്വരൻ തന്നു കഴിഞ്ഞ് ഞാനിത് ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ വളർന്നു വലുതായി, എനിക്ക് പല കാര്യങ്ങളും പറ്റി, പല അനുഭവങ്ങളും ഉണ്ടായി, പല സുഖാനുഭവങ്ങളും ഞാൻ അനുഭവിച്ചു, പല സങ്കടങ്ങളും അനുഭവിച്ചു, എല്ലാം ഈ ശരീരത്തിൽ കൂടി പലതും ഞാൻ അനുഭവിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോഴും ഞാൻ പലതും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ഇത് എൻ്റെ അല്ല, ഇതെനിക്ക് കിട്ടിയതാണ്, എനിക്ക് തന്നതാണ്, എൻ്റെ പുണ്യം കൊണ്ട്, സുഹൃതം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് മനുഷ്യ ശരീരമായിട്ട്. അല്ലെങ്കിൽ ഞാൻ വല്ല പാറ്റയോ പുഴുവോ അല്ലെങ്കിൽ മരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജന്തുക്കളോ ആയേനെ. പക്ഷെ അതല്ലാതെ ഈശ്വരൻ എനിക്ക് എൻ്റെ സുഹൃതം കൊണ്ട്, എൻ്റെ പൂർവ്വജന്മങ്ങളിലെ പുണ്യം കൊണ്ട് ഈശ്വരൻ എനിക്ക് മനുഷ്യ ശരീരം തന്നു. ആ ശരീരത്തിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഈ മനുഷ്യ ശരീരം കൊണ്ട് വേണം എനിക്ക് മോക്ഷം നേടാൻ. അതിനാദ്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് കിട്ടിയിരിക്കുന്നതിനെ എല്ലാം എന്റേത് എന്നുള്ള എൻ്റെ വിചാരത്തെ മാറ്റിയിട്ട് എനിക്ക് ഈശ്വരൻ തന്നതാണ് എന്ന വിചാരത്തിലേക്ക് എന്നെ നയിക്കണമേ ഭഗവാനെ. ഭഗവാന്റെ പ്രാർത്ഥിക്കുമ്പോൾ ആരാ അതിനു വേണ്ടി ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാ. നമ്മൾ തന്നെയല്ലേ ആ ചിന്ത മാറ്റണ്ടേ? ഭഗവാനെ ചിന്ത മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ തരുന്നതാണ് എന്നറിയുക. നല്ലൊരു ഉപദേശമല്ലേ? എത്ര സിമ്പിളായിട്ടാ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാം ഈശ്വരൻ തന്നതാണ് എന്ന് മാത്രം വിചാരിക്കുക. എൻ്റെ 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 എന്നുള്ള വിചാരത്തെ വിടുക. നമ്മളൊക്കെ ഇത്രയും പ്രായമായവരാ, ഇനിയെങ്കിലും നമുക്ക് ആ ചിന്ത ഉണ്ടാകണം. പതുക്കെ പതുക്കെ നമ്മൾക്ക് ആ കയർ പിടിച്ച് കയറണ്ടേ മുന്നോട്ട്. എൻ്റെ എന്നുള്ള ചിന്തയെ ഉപേക്ഷിക്കുക, കാര്യമായിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. എൻ്റേതല്ല. അപ്പൊ നമുക്ക് അതിന് പല ഉദാഹരണങ്ങളും പറയാം. ഇപ്പൊ ഒരാള് ഒരു വെള്ളി ഗ്ലാസ്സിൽ ഒരു വീട്ടിൽ ചെന്നു, നല്ല പണക്കാരന്റെ വീടാണ്, ഒരു വെള്ളി ഗ്ലാസ്സിൽ നമുക്ക് കാപ്പി കുടിക്കാൻ തന്നു. നമുക്ക് അതിനകത്ത് എടുക്കാൻ എന്താണ് അവകാശമുള്ളത്? ഗ്ലാസ് എടുക്കാൻ അവകാശമുണ്ടോ? അതിനകത്തിരിക്കുന്ന കാപ്പി എടുക്കാനാണോ അവകാശമുള്ളത്? ഒരു ഗ്ലാസ് വെള്ളി ഗ്ലാസ്സിൽ കാപ്പി തന്നാൽ നമുക്ക് അവകാശം എന്തിനുണ്ട്? നമുക്ക് ആ കാപ്പി എടുക്കാനേ അവകാശമുള്ളൂ, ഗ്ലാസ് എടുക്കാൻ അവകാശമില്ല. അതുപോലെ ആയിരിക്കണം നമുക്ക് ഓരോ വസ്തുക്കളോടും കാണുന്നത്. അത് ഉപയോഗിക്കാൻ തന്നു, ജസ്റ്റ് ഉപയോഗിക്കുക, തിരിച്ച് ബാക്കി കൊടുത്തേക്കണം. ഈ ശരീരം അതുപോലെയാണ്, നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതാണ്, ഓക്കെ, നമ്മൾ ഉപയോഗിച്ചോളുക, വിട്ടോളുക. ഇതെന്റെ എന്നും പറഞ്ഞ് അവിടെ അഹങ്കാരം വരരുത്, മമകാരം വരരുത്. മമകാരം, എന്റേത് എന്റേത് എന്നുള്ള വിചാരം വരരുത്. അടുത്തതായിട്ട് പറയുന്നത് അഹങ്കാര വിഷയം, രണ്ടാമത്. ആദ്യത് മമകാര വിഷയമാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി അഹങ്കാര വിഷയം. അഹങ്കാര വിഷയമാണ് ഈ പഞ്ചകോശം. പഞ്ചകോശമാണ് അഹങ്കാര വിഷയം. നേരത്തെ പറഞ്ഞത് പുറത്തുള്ള വസ്തുക്കളെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന മമകാരം. ഇനി പറയാൻ പോകുന്നത് അഹങ്കാര വിഷയം. അതായത് പഞ്ചകോശ വിചാരം നമ്മൾ ചെയ്തല്ലോ. അത് ഞാൻ എന്ന ബുദ്ധിയെ, ഞാൻ എന്ന ബുദ്ധിയെ ഈ അഞ്ചിലും വയ്ക്കാം. അഞ്ചിലും വയ്ക്കാം, ശാസ്ത്രം പറയുന്നുണ്ട്. ഈ 5 സ്ഥലത്തും ഞാൻ എന്ന ബുദ്ധി മാറി മാറി സ്ഥിതി ചെയ്യും. ശരീരത്തിലും ഞാൻ എന്ന ബുദ്ധി നിൽക്കും, പ്രാണനിലും ഞാൻ എന്ന ബുദ്ധി നിൽക്കും, മനസ്സിലും നിൽക്കും, പിന്നെയോ വിജ്ഞാനത്തിൽ അറിവിലും നിൽക്കും,
പിന്നെയോ ആനന്ദമയത്തിലും നിൽക്കും. എല്ലാ സ്ഥലത്തും ഞാൻ 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 എന്നത് നിൽക്കും. അത് ശാസ്ത്രം പറയുന്നുണ്ട്. അത് മാറി മാറി സ്ഥിതി ചെയ്യും. ഒരിക്കൽ ശരീരത്തിലാണെങ്കിൽ ഒരിക്കൽ പ്രാണനിൽ ചെയ്യും, പ്രാണനിലാണെങ്കിൽ പിന്നെ ഒരിക്കൽ ആനന്ദത്തിൽ ചെയ്യും, ആനന്ദത്തിലാണെങ്കിൽ പിന്നെ ഒരിക്കൽ മനസ്സിൽ ചെയ്യും, മനസ്സിലാണെങ്കിൽ പിന്നെ ഒരിക്കൽ അറിവിൽ നിൽക്കും. ഇങ്ങനെ ചിലപ്പോൾ ശരീരമാണ് അല്ലെ, പല സമയങ്ങളിലും നമ്മൾ ഈ ശരീരമാണ് ഞാൻ എന്ന് പറയാറുണ്ടല്ലോ. പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ. പിന്നെ പല സമയങ്ങളിലും നമ്മൾ മനസ്സിനെ പറയാറുണ്ട്. മനസ്സിന് എനിക്ക് ഒരു സുഖവുമില്ല, ഞാൻ ആകെ വിഷമത്തിലാണ്. എവിടെയാ വിഷമം? എനിക്ക് ഭയങ്കര ദുഃഖമാണ്, ഞാൻ ദുഃഖിതനാണ്. എനിക്കെന്നല്ല, ഞാൻ ദുഃഖിതനാണ്, ഞാൻ സന്തോഷവാനാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ എവിടെയാ? ഞാൻ മനസ്സിലാണ്. ഞാൻ ചഞ്ചലമായിരിക്കുന്നു, ഒരു സ്വൈരവുമില്ല, ചഞ്ചലമായിരിക്കുക. എവിടെയാണ് ഞാനപ്പോ? ഞാൻ മനസ്സിലാണ്. അപ്പൊ എന്റെ മനസ്സ് ചഞ്ചലമാണെന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പായി. ഞാൻ ചഞ്ചലമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പൊ ഞാൻ എന്നുള്ളതിനെ മനസ്സിൽ വെച്ചു. ഇനി അടുത്ത വേറൊരു സ്റ്റെപ്പും കൂടെ പറയും. എന്റെ മനസ്സ് ആകെ ചഞ്ചലമാണ്. അവിടെ എന്താണ്? ഞാൻ എന്നതിനെ ബുദ്ധിയിൽ വെച്ചതാണ് അവിടെ. എന്റെ മനസ്സിനൊരു സുഖവുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ബുദ്ധിയിലാണ് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ബുദ്ധിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ മനസ്സിനൊരു സുഖവുമില്ല. അപ്പൊ ഞാൻ ബുദ്ധിയിൽ നിൽക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും നിൽക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നടക്കുന്നു, സ്ഥൂല ഉടലാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്ഥൂല ഉടലിനെ ഞാനായിട്ട് വിചാരിച്ചു. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറയുന്നു, എൻ്റെ കാലിന് ഒരു സുഖവുമില്ല, ആകപ്പാടെ വേദനയാണ്, എൻ്റെ കാല് വേദനിക്കുന്നു, എൻ്റെ മുട്ട് വേദനിക്കുന്നു. അപ്പോ ഞാൻ ശരീരമായിട്ടല്ല, എൻ്റെ ആയിട്ടാ പറയണേ. എൻ്റെ മുട്ട്, എൻ്റെ കാൽമുട്ട്, എൻ്റെ കൈമുട്ട്, എൻ്റെ വിരല്, എൻ്റെ തല. അപ്പോ എൻ്റെ എന്നുള്ളപ്പോൾ ഞാൻ വേറെയാണ്, എൻ്റെ ഒരു പോർഷൻ ആയിട്ടാണ് ഈ ശരീരത്തെ പറയുന്നത്. അപ്പൊ ഞാനാണ് അവിടെ. അപ്പോ ഞാൻ മനസ്സാണ് അവിടെ. ഞാൻ മനസ്സായിട്ടാ പറയണേ. എൻ്റെ ശരീരത്തിന് സുഖമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമായിട്ടല്ല അവിടെ പറയണേ. എൻ്റെ ശരീരത്തിന് എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ശരീരമായിട്ടല്ല അവിടെ സ്വയം നമ്മൾ പറയണേ. അപ്പൊ നമ്മൾ എവിടെയാ അഹങ്കാരത്തിന് വെച്ച്? ഞാൻ മനസ്സിൽ വെച്ചു. ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എവിടെയാ നമ്മൾ വെച്ച? പഞ്ചകോശത്തില് അന്നമയ കോശത്തിൽ വെച്ചു. എൻ്റെ ശരീരത്തിന് സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ വെച്ചു? മനോമയത്തിൽ വെച്ചു. എൻ്റെ മനസ്സിന് ഒരു സുഖവുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ വെച്ചു? നമ്മളെ ബുദ്ധിയിൽ, അതായത് അറിവില് എവിടെ വെച്ചു? വിജ്ഞാനമയ കോശത്തിൽ വെച്ചു. ഇങ്ങനെ നമ്മൾ മാറി മാറി 5 കോശങ്ങളിലും നമ്മൾ ഞാൻ എന്ന ബുദ്ധിയെ വെച്ചുകൊണ്ടിരിക്കും. 5 കോശത്തിലും നമ്മൾ വെക്കും. ഓരോരോ സന്ദർഭങ്ങളിൽ മാറി 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 വെക്കും. ആദ്യമായി അഹങ്കാര വിഷയമായ പഞ്ചകോശത്തെ മമാകാര വിഷയമാക്കി മാറ്റണം. അതാണ് ടെക്നിക്കാണ് ഇനി പറഞ്ഞു തരുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ടെക്നിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നിക്കാണല്ലോ നമുക്ക് അറിയണ്ടേ. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അതാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇത് പഠിക്കാൻ തുടങ്ങിയത്. എങ്ങനെ രക്ഷപ്പെടും? അതാണ് ചിന്ത. അപ്പൊ അതിന് പറയുന്നു, ആദ്യമായി അഹങ്കാര വിഷയമായ പഞ്ചകോശത്തെ, അതായത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തെ മമകാര വിഷയമാക്കി മാറ്റണം. മമകാര വിഷയമാക്കി മാറ്റണം. അതെങ്ങനെയാണ്? ഇത് ഞാനല്ല, എന്റേതാണ് എന്നാക്കണം. പുറത്തുള്ളതിനെ നമ്മൾ എന്റേതെന്ന് പറഞ്ഞില്ലേ? പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മമകാരത്തിനെ കുറിച്ച് പഠിച്ചു. പുറത്തുള്ളതിനൊക്കെ എന്റേതെന്ന് ആക്കിയിട്ട് പിന്നെ എന്ത് മാറ്റണം എന്ന് പറഞ്ഞു? അത് എനിക്ക് എന്റേതല്ല, ഈശ്വരൻ്റെതാണ്, ഈശ്വരൻ തന്നതാണ് എന്നാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ വേറൊരു സൂത്രം പറയുകയാണ്. ഈ ശരീരത്തെ, പ്രാണമയത്തെ, മനോമയത്തെ, വിജ്ഞാനമയത്തെ, ആനന്ദമയത്തെ ഞാൻ എന്നുള്ളതിൽ നിന്ന് മാറ്റി എന്റേത് എന്നാക്കണം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇതെന്റേത്. എന്താ? അപ്പൊ നമ്മൾ ഈ പറയണ പോലെ പറയാം, എൻ്റെ ശരീരം, എൻ്റെ പ്രാണൻ, എൻ്റെ മനസ്സ്, എൻ്റെ അറിവ്, എൻ്റെ ആനന്ദം. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോ ഒരു സ്റ്റെപ്പ് എന്താണ്? ഇത് ഞാനല്ല, എന്റേതാണ് എന്നൊരു സ്റ്റെപ്പിലേക്ക് വന്നു. പിന്നെ എന്റേതുമല്ല എന്നുള്ള സ്റ്റെപ്പ്, അതേതാണ്? ഈശ്വരൻ്റെതാണ്.
എന്റേതുമല്ല, ഈശ്വരൻ്റെതാണ്. അപ്പൊ എന്തായി അവസാനം? ഞാൻ എന്നുള്ളത് ആത്മാ എന്നുള്ളതിലേക്ക് വരുന്ന വഴിയായി. ഇപ്പൊ അവിടെ വഴി തുറക്കാൻ വളരെ എളുപ്പമായി. ഇനി ഞാൻ ആത്മാ എന്നും കൂടെ തിരിച്ചറിഞ്ഞാൽ മതി. എന്റേതല്ല ഈശ്വരൻ്റെതാണ്. പിന്നെ ഞാൻ അവിടെ നിലനിൽക്കുന്നതിന് ഞാൻ ആര് എന്നുള്ളതാണ് പിന്നെ ബാക്കി വരുന്നൊരു സംഭവം. എല്ലാത്തിനെയും ഉപേക്ഷിച്ച്, ശരീരത്തിനെ വിട്ട്, 5 പഞ്ചകോശങ്ങളെയും വിട്ടു, പുറത്തുള്ള സകല വസ്തുക്കളെയും വിട്ട്, എല്ലാത്തിനെയും വിട്ടു. ഇനി ഞാനുണ്ട് അവിടെ. ഈ ഞാൻ ആര് എന്നാണ് ഇനി പിന്നീട് പറഞ്ഞു തരിക ആചാര്യസ്വാമികള്. അവിടെ പിന്നീട് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കി പിന്നെ പറഞ്ഞു തരും. അപ്പോ എന്റേതുമല്ല, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഇതിനെ പറയും, ഒരു ശത്രുവിനെ നശിപ്പിക്കണമെങ്കിൽ, യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ശത്രുവിനെ നശിപ്പിക്കണമെങ്കിൽ അവർ ആദ്യം എന്താ ചെയ്യുക? ശത്രു എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നോക്കും. എന്നാലല്ലേ കാര്യമുള്ളൂ. ശത്രു എവിടെ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകും. എന്നിട്ട് നമ്മുടെ ശത്രുവായ, എന്നിട്ടാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. ശത്രു എവിടെയെന്ന് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം ശത്രു എവിടെയാണെന്ന് കണ്ടുപിടിക്കും, എന്നിട്ടാണ് ശത്രു സംഹാരം നടത്തുന്നത്. അതുപോലെ നമ്മുടെ ശത്രുവായ അഹങ്കാരം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ശരീരത്തിലാണോ, പ്രാണനിലാണോ, മനസ്സിലാണോ, അറിവിലാണോ, ആനന്ദത്തിലാണോ? നമ്മുടെ ശത്രുവായ അഹങ്കാരം, ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ഇരിക്കുന്നു എന്ന് ആദ്യം അറിയണം. അതാണ് പഞ്ചകോശം. അതറിയുമ്പോഴാണ് പഞ്ചകോശത്തിലാണ് ഇരിക്കുന്നേ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പഞ്ചകോശം. പിന്നെ ശാസ്ത്ര പഠനത്താൽ എവിടെയാണ് ശരിക്കും ഞാൻ എന്ന്, ഇപ്പൊ നമ്മൾ എവിടെയാ പറയുന്നത്? ഈ പഞ്ചകോശത്തിലാണ് നമ്മളെന്ന് പറയുന്നത്. നേരത്തെ പഠിച്ചല്ലോ, ഓരോ ശരീരമാണെന്ന് പറയും, മനസ്സാണെന്ന് പറയും, ബുദ്ധിയാണെന്ന് പറയും, ഇങ്ങനെ ആനന്ദമാണെന്ന് പറയും. ഇങ്ങനെ നമ്മൾ ഞാൻ ഉള്ളതിനെ പഞ്ചകോശത്തിൽ വെച്ചിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? ശാസ്ത്രം പഠിക്കുമ്പോ ഇതെവിടെയാണ് ശരിക്കും വെക്കണ്ടേ? ശരിക്കും ഞാനുള്ളതിനെ എവിടെയാണ് നമ്മൾ ബന്ധിപ്പിക്കണ്ടേ? ശരിക്കും ഞാൻ ആരാണ് എന്ന് ശാസ്ത്ര പഠനത്തിൽ കൂടി മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആത്മാ എന്നുള്ളത് ഉള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ ഞാൻ എന്ന് വെച്ചുകൊണ്ടിരുന്നാൽ അത് ലഭിക്കില്ല. അപ്പൊ ഈ പഞ്ചകോശത്തിലും ഞാൻ എന്ന് വെച്ചിരിക്കുന്നതിനെ മാറ്റണം. ഈ പഞ്ചകോശങ്ങളെ എന്താക്കണം? എന്റേതാക്കി മാറ്റണം. ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നീട് അത് ഈശ്വരൻ്റെതാക്കി മാറ്റണം. അടുത്ത സ്റ്റെപ്പിലേക്ക് പിന്നെയും സ്റ്റെപ്പുകൾ വരും. ഇനിയും ഇതും ആദ്യത്തെ 2 സ്റ്റെപ്പ്. ഇപ്പൊ ഉദാഹരണത്തിന് ചെരുപ്പ് എത്ര ഉപകാരമുള്ളതാണ് നമുക്ക്, അല്ലേ? ചെരുപ്പില്ലാതെ പുറത്തേക്ക് പോകാനേ പറ്റത്തില്ല. ഉപകാരമുള്ളതല്ലേ? ഏറ്റവും ഉപകാരപ്രദമാണ് ചെരുപ്പ്. അത്രയും വലിയ ഉപകാരമാണ് ചെരുപ്പ് ചെയ്യുന്നത്. എന്നാലും അതിന്റെ സ്ഥാനം എവിടെയാ? വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമിലാണോ സ്ഥാനം? അല്ല, അതിന്റെ സ്ഥാനം പുറത്താണ്, അല്ലേ? ചെരുപ്പ് എത്ര ഉപകാരപ്രദമാണ്, മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായിട്ടൊരു കാര്യമാണ് ചെരുപ്പ്. അതിന്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? സ്ഥാനം പുറത്ത്. എന്നതുപോലെ വേണം ഈ പഞ്ചകോശത്തെ കാണും. എത്ര ഉപകാരമുള്ളതായിക്കോട്ടെ, ഞാനല്ല, അത് എന്റേത് മാത്രമാണ്. അപ്പൊ അതിരിക്കേണ്ടടുത്ത് ഇരുന്നാ മതി. ഈ 5 കോശങ്ങളെയും വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? ഞാൻ എന്ന മഹത്തായ ബുദ്ധിയെ, ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. പക്ഷെ ആ ഞാൻ എന്നതിനെ തെറ്റായ സ്ഥലത്ത് വെച്ചുകൊണ്ടിരിക്കുക. എവിടെ? ഈ പഞ്ചകോശങ്ങൾ. എങ്ങനെയാണോ ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നടുമുറിക്കകത്ത് വെക്കുന്നത്, അതുപോലെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉപകാരപ്രദമാണ്, പക്ഷെ വെക്കേണ്ട സ്ഥലത്തെ വെക്കാവൂ. അപ്പൊ ശരീരത്തെ എങ്ങനെ കാണണം? വെക്കേണ്ട സ്ഥലത്ത് വെക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന ആ മഹത് സങ്കല്പമല്ല ഇത് ശരീരമാണ്. ഇത് നശിക്കുന്നതാണ്, ഇത് പോകുന്നതാണ്, ഇത് മാറ്റത്തിന് വിധേയമാണ്, ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നശിക്കുകയും ചെയ്യും. ഉണ്ടായി നശിക്കുന്നതാണ് ശരീരം. അതുകൊണ്ട് ഞാനല്ല ഇത്. ഞാൻ ഉണ്ടായി നശിക്കുന്ന ഒരു തത്വമല്ല. ഞാൻ എന്നും ഉള്ളതാണ്, എപ്പോഴും ഉള്ളതാണ്, മാറ്റമില്ലാത്തതാണ്. ഈ ചിന്ത മാറ്റാൻ പറ്റുമോ? ഈ ശരീരമല്ല എന്നുള്ള ചിന്ത മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് വലിയ വികാരത്തോടെ പാട്ടുകൾ പാടും, ഇല്ലേ? വികാരഭരിതരായിട്ട് നമ്മൾ പാട്ടുകൾ പാടാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ചില പാട്ട് കേൾക്കുമ്പോൾ ഇരുന്ന് കരയാറുണ്ട്, മനസ്സിൽ ഭയങ്കര വിങ്ങിപ്പൊട്ടലുകൾ ഉണ്ടാവാറുണ്ട്.
സന്തോഷവും ഉണ്ടാകാറുണ്ട്, ഭക്തി ഉണ്ടാകാറുണ്ട് പാട്ട് കേൾക്കുമ്പോൾ. ഇതെല്ലാം വരുന്ന ഇവിടെ മനസ്സിലല്ലേ കളി മുഴുവൻ നടക്കുന്നേ. ഇത് മാറ്റാൻ എളുപ്പമാണോ? അല്ല. പിന്നെയും പറയാറുണ്ട്, വേറെ വലിയ വികാരത്തോടെ വേറെ ചിലത് പറയും. എന്താണ് പറയുക? ഈ ശരീരം മലമാണ്, ശരീരം വെറും മാംസം കൊണ്ടും രക്തം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നില്ല. മുടി, തലമുടിയെക്കുറിച്ച് പറയുമ്പോൾ വർണ്ണിക്കലല്ലേ, തലമുടിയെക്കുറിച്ച് കവികൾ എന്തുമാത്രം വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മുടി, ഒരു ചോറിനകത്ത് ഭക്ഷണത്തിനകത്ത് ഒരു മുടി കണ്ടാലത്തെ സ്ഥിതിയോ ഓട്ടന പ്രശ്നമായി, വലിയ പ്രശ്നമായി. പുറത്തെവിടെയെങ്കിലും ഹോട്ടലിൽ വെച്ചിട്ടാണെങ്കിൽ അതിലും വലിയ വഴക്കായി. വീട്ടിലാണെങ്കിൽ ആരാണോ പാചകം ചെയ്തത് അവർക്ക് വഴക്കായി, ഭയങ്കര പ്രശ്നം. അതേസമയം മുടിയെക്കുറിച്ചുള്ള വർണ്ണനകളൊക്കെ നടന്നിരിക്കുന്നത് കേട്ടാലോ വികാരം കൊള്ളും നമ്മൾ, അല്ലേ? മുടിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ മുടിയിൽ കൂടി തന്നെ ഒരാളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാം, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വികാരഭരിതരാവും. ആ മുടി ഒരെണ്ണം, ഒരു കഷ്ണമായാലും മതി, ഒരു ഭക്ഷണത്തിനകത്ത് കണ്ടാൽ ഈ പറഞ്ഞ സംഗതിയൊക്കെ പോയി നമ്മുടെ മനസ്സിൽ. അന്നേരം വികാരമില്ല, വർണ്ണനയില്ല, ഒന്നുമില്ല. പിന്നെ ദേഷ്യവും മാത്രമായി, വലിച്ചെറിയലായി, ബഹളമായി. വേദാന്തം മുഴുവൻ ഈ അഞ്ചിൽ നിന്ന് ഞാൻ എന്ന ബുദ്ധിയെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. വേദാന്തം മുഴുവൻ ഇത് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ബാക്കി കൂടുതലായിട്ടുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ബുദ്ധിയെ, അപ്പൊ ഈ രണ്ട് കാര്യം ഇത് മാത്രം ഒന്ന് ഓർക്കുക. പുറത്തുള്ള എന്റേത് എന്നുള്ളതിനെ ഈശ്വരൻ്റേതെന്നാക്കുക, ഈ പഞ്ചകോശങ്ങളെ എന്റേതെന്നാക്കുക, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അത് ഈശ്വരൻ്റേതാണെന്നാക്കുക. ഈ രീതിയിൽ മനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കുറച്ച് കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് വീണ്ടും വീണ്ടും ചിന്തിച്ച് ഉറക്കേണ്ടതാണ്. നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത് കൂടിയേ കഴിയൂ. അതുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം.